നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അമ്മയുടെ സഹോദരിയുടെ മകൾ തൻവി സുധീർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് എല്ലാത്തിനും തുടക്കമായത്. അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണ തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം അമ്മയെ തിരിഞ്ഞു നോക്കിയില്ല എന്നെല്ലാം തൻവി പറഞ്ഞിരുന്നു. ഇതോടെ കാനഡയിലായിരുന്ന തൻവി നാട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് അഹാനയുടെ അമ്മൂമ്മ വസന്ത നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയത്. തൻവിയുടെ വീഡിയോ വൈറലായതോടെയായിരുന്നു സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. അച്ഛനെ നോക്കിയതുപോലെ അമ്മയെ നോക്കുന്നില്ലേ, അമ്മയുടെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അമ്മയോ ഞങ്ങളോ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോവാത്തതിന് കാരണമുണ്ട്. നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ അല്ല ആ സ്ത്രീ എന്നായിരുന്നു അഹാന പറഞ്ഞത്. ഹോം നേഴ്സുമായും ജോലിക്കാരുമൊക്കെയായി വഴക്കിടാറുണ്ടായിരുന്നു. അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല എന്ന് അവിടേക്ക് വന്നവരെല്ലാം ഒരുപോലെ പറഞ്ഞതാണ്. OCD പ്രശ്നങ്ങളും അമ്മൂമ്മയ്ക്കുണ്ട്. വീടൊന്നും ക്ലീൻ ചെയ്യാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അയ്യോ എന്റെ ആ ഡബ്ബ പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുമെന്നും അഹാന പറഞ്ഞിരുന്നു. തൻവിയുടെ അമ്മയെക്കുറിച്ചും അമ്മൂമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അഹാന തുറന്നടിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നു അമ്മൂമ്മ തന്നെ അഹാനയെക്കുറിച്ച് സംസാരിച്ചത്. അഹാന തനിക്ക് അയച്ച മെസ്സേജുകളും അവർ കാണിച്ചിരുന്നു. എടി വസന്തേ, അവളെ ഇവളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. തെറി വരെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് അടിക്കാൻ വന്നിരുന്നു. ഇങ്ങോട്ട് തെറി വിളിച്ചപ്പോഴാണ് താൻ അങ്ങോട്ട് വിളിച്ചത്. അമ്മു മാത്രമാണ് തന്നോട് മോശമായി പെരുമാറിയത്. വേറെ ആരും ചീത്ത പറയാറില്ല. അപ്പൂപ്പനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു വിടുമ്പോൾ അമ്മൂമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് ഹോം നേഴ്സിനോട് പറഞ്ഞു വിടാറുണ്ട്. അമ്മു ചേച്ചി ഇങ്ങനെ പറഞ്ഞുവെന്ന് അവർ തന്നോട് പറയാറുള്ളതായും അമ്മൂമ്മ വ്യക്തമാക്കിയിരുന്നു. അഹാന തന്നെയാണോ ഇത്? ഇങ്ങനെയാണോ അമ്മൂമ്മയോട് പെരുമാറുന്നത്? പ്രായം കൂടുന്തോറും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ചിലർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചേക്കും. എന്നാലും പ്രായം കണക്കിലെടുത്തെങ്കിലും അവരോട് നന്നായി പെരുമാറേണ്ടതല്ലേ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. വീഡിയോ വൈറലായതോടെയായിരുന്നു തൻവിയുമായി കോംപ്രമൈസ് ടോക്കിന് ശ്രമിച്ചതും രണ്ടുപേരും വീഡിയോ ഡിലീറ്റ് ചെയ്തതും. അഹാനയായിരുന്നു കുടുംബ പ്രശ്നങ്ങളിൽ ആദ്യം സംസാരിച്ചത്. താനും കുടുംബവും നാട്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മാത്രമാണ് തൻവി സംസാരിച്ചത്. ആരെയും മോശക്കാരാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. സിന്ധു കൃഷ്ണയായിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി അഹാനയ്ക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് സിന്ധു. നീ മോശമായൊന്നും ചെയ്തിട്ടില്ല. ലോകത്തിനും നിന്റെ ചുറ്റുമുള്ളവർക്കും അതറിയാം. വിമർശിക്കുന്നവർ എന്ത് വേണമെങ്കിലും പറയട്ടെ. പേഴ്സണൽ ലാഭത്തിനായി എന്നെ ഉപയോഗിക്കുന്നവരിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണല്ലോ നിനക്ക് ഇത്രയും നെഗറ്റീവ് കേൾക്കേണ്ടി വന്നത്. സോറി അമ്മു എന്നുമായിരുന്നു സിന്ധു കൃഷ്ണ കുറിച്ചത്. റെഡിറ്റിലും സിന്ധു കൃഷ്ണയുടെ അമ്മയുമായി മകൾ സിന്ധുവും കൊച്ചുമകൾ അഹാനയ്ക്കുമുള്ള വിദ്വേഷം ചർച്ചയായി മാറിയിരുന്നു. അമ്മൂമ്മ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ സംസാരിച്ചതിനാലാണ് താൻ അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചത് എന്നാണ് അമ്മൂമ്മയെ സംരക്ഷിക്കാത്തതിന് പിന്നിലെ കാരണമായി അഹാന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൃഷ്ണകുമാർ കുടുംബത്തിലെ അംഗങ്ങളിൽ ഏറ്റവും ജനപ്രിയയും ആളുകൾക്ക് ബഹുമാനം തോന്നിയിരുന്നതുമായ വ്യക്തിത്വമായിരുന്നു അഹാന കൃഷ്ണയുടേത്. കുടുംബവുമായി ബന്ധപ്പെട്ട് എന്ത് വിവാദമുണ്ടായാലും അനാവശ്യമായി പ്രതികരിക്കുകയോ പ്രകോപിതയാകുകയോ ചെയ്യാതെ ആയിരുന്നു എല്ലാം താരപുത്രി കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തൻവിയുടെ വീഡിയോ സിന്ധു കൃഷ്ണയെ പ്രതിക്കൂട്ടിൽ നിർത്തിയപ്പോഴും അഹാനയും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അഹാനയുടെ വിശദീകരണ വീഡിയോയ്ക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അഹാന അയച്ച മെസ്സേജുകൾ തൻവി പുറത്തു വിട്ടതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. വളരെ നീചമായ തെറികളും അഭിസംബോധനകളുമാണ് 70 പിന്നിട്ട് നിൽക്കുന്ന അമ്മൂമ്മയെക്കുറിച്ച് അഹാന നടത്തിയത്. പ്രായം പോലും പരിഗണിക്കാതെ വയസ്സായ സ്ത്രീയെ ഫാമിലി ഗ്രൂപ്പിൽ അധിക്ഷേപിച്ചത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ കുറിച്ചത്. അമ്മൂമ്മയെ മാത്രമല്ല സ്വന്തം സഹോദരി ദിയാകൃഷ്ണയെയും വർഷങ്ങൾക്ക് മുൻപ് വ്യക്തിഹത്യ നടത്തിയിട്ടുള്ളതായാണ് കുടുംബസ്നേഹി എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന അഹാനെന്ന് റെഡിറ്റിൽ ചിലർ കുറിച്ചു. ദിയയുടെ മുൻ കാമുകന് അനിയത്തിയെ വ്യക്തിഹത്യ ചെയ്ത അഹാന അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അന്ന് കണ്ടപ്പോൾ അഹാനയാണത് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ആ ചാറ്റുകൾ കൂടുതൽ വിശ്വസനീയമാകുമെന്നും KK ഫാമിലിയുടെ ഫോളോവേഴ്സ് റെഡിറ്റിൽ കുറിച്ചു. ദിയാകൃഷ്ണയുടെ മുൻ കാമുകൻ അഹാന സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ച ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് ഓർമ്മ വരുന്നു. അതിനുശേഷം ഇതുവരെ അഹാന ചെയ്ത ഓരോ കാര്യവും ആ ചാറ്റുകൾ കൂടുതൽ വിശ്വസനീയമാണെന്ന് തോന്നിക്കുന്നതാണ്. മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്ന ആളും സ്വന്തം അഭിപ്രായത്തോട് യോജിക്കാത്തവരെ സഹിക്കാനാവാത്ത ആളും മറ്റുള്ളവരോട് നിരന്തരം അനാദരവോടെ പെരുമാറുന്ന ആളുമാണ് അഹാനയെന്ന് ഇപ്പോൾ തോന്നുന്നു. തീർത്തും നിലവാരമില്ലാത്ത പെരുമാറ്റം. ആ ചാറ്റുകളിൽ അഹാന ദിയയുടെ മുൻ കാമുകനോട് പറഞ്ഞിരുന്നത് ദിയ ഒരേ സമയം 2 ആൺകുട്ടികളുമായി അടുപ്പത്തിലാണെന്നും അയാൾ അവരുടെ വീട്ടിലെ വെറും കോമഡി കഥാപാത്രവും ദിയയ്ക്ക് സമയം കളയാനുള്ള ഒരാളാണെന്നുമായിരുന്നു. സ്വന്തം സഹോദരിയെ തന്നെ മോശക്കാരിയായി ചിത്രീകരിച്ച് അവളുടെ വില കുറച്ച് കാണിക്കാനായിരുന്നു അഹാന അന്ന് ശ്രമിച്ചത്. ദിയയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നാലും കുടുംബത്തെ വിലമതിക്കുന്ന അഹാനയിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം ആരും പ്രതീക്ഷിക്കില്ല.
അന്ന് ഈ വിഷയം അവർ ഒതുക്കിക്കളഞ്ഞു. ആ സമയത്ത് ആ ചാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അനിയത്തോട് ചെയ്തത് അമ്മുമ്മയോടും ആവർത്തിച്ചു എന്നാണ് ഒരാൾ കുറിച്ചത്. അഹാന കെട്ടിപ്പടുത്ത വ്യാജ ഇമേജ് ഒരിക്കൽ തകരുമെന്ന് പണ്ടേ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ദിയയാണ് അഹാനയേക്കാൾ ഭേദമെന്ന് തോന്നുന്നുവെന്നും ചിലർ കുറിച്ചു. തന്റെ കല്യാണത്തിന് പോലും ക്ഷണിക്കില്ല എന്ന് എടിപോടി എന്ന് അഭിസംബോധന ചെയ്ത അമ്മുമ്മയെ അഹാന പറഞ്ഞതിന്റെ വിശദ വിവരങ്ങളും കഴിഞ്ഞ ദിവസം കസിനായ തൻവി പുറത്തുവിട്ടിരുന്നു. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച അഹാനയ്ക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് തൻവി ഉയർത്തുന്നത്. അമ്മുമ്മയെ പരസ്യമായി ചീത്ത വിളിക്കുന്ന വാട്സ്ആപ്പ് മെസ്സേജുകൾ വായിച്ചു കേൾപ്പിച്ചായിരുന്നു തൻവിയുടെ മറുപടി. ഇതൊരു വിശദീകരണ വീഡിയോയാണ്. നാട്ടിലേക്ക് വരാനായി എല്ലാം പാക്ക് ചെയ്യുന്ന സമയത്താണ് അമ്മുമ്മ വിളിക്കുന്നത്. ആ സമയത്ത് അമ്മുമ്മയുടെ വീഡിയോ കൂടി ചേർക്കാമെന്ന് വിചാരിച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. അമ്മുമ്മ എപ്പോൾ വിളിച്ചാലും ഈ വിഷയത്തെക്കുറിച്ചേ സംസാരിക്കൂ. ആ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ആരുമില്ല എന്ന് അമ്മുമ്മ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അപ്പൂപ്പൻ പോയതോടെ അമ്മുമ്മ ഒറ്റയ്ക്കായി. അമ്മുമ്മയെ സിന്ധു ആന്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. OCD ഉള്ളതുകൊണ്ടാണ് അമ്മുമ്മയ്ക്ക് അമ്മുമ്മയുടേതായ രീതിയിൽ വീട് വൃത്തിയായി ഇടണം. അഹാന പറഞ്ഞ ആ കാര്യങ്ങൾ ഒക്കെ സത്യമാണ്. ഞാൻ ജനിച്ചു വീഴുന്നത് അമ്മുമ്മയുടെ അടുത്താണ്. അമ്മുമ്മയ്ക്ക് പണ്ട് മുതലേ ഈ അസുഖമുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അമ്മുമ്മയുടെ കൂടെ അപ്പൂപ്പൻ ഇല്ല എന്ന സങ്കടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വീഡിയോയിൽ സിന്ധു അമ്മയുടെ കുടുംബത്തെയോ കസിൻസിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കഥ കറക്കി അവർക്കെതിരെയാക്കി മാറ്റി. കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കാനുള്ള കാരണം പറയാം. സമയത്ത് കൃത്യമായ മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. 100 കാര്യങ്ങളുമായി തിരക്കായിരുന്നു. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മുമ്മ അവരുടെ ഒരു വീഡിയോയിലും വന്നിട്ടില്ല. അത് വാർത്തയായി വരികയും ചെയ്തതാണ്. അത് ഇത്ര വലിയ കുത്തിത്തിരിപ്പാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മുമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് എന്നെ ടെൻഷനാക്കി. എന്നെ നോക്കി വളർത്തിയ ആളാണ്. അതുകൊണ്ട് അമ്മുമ്മ എന്ത് പറഞ്ഞാലും വിഷമം വരും. സിന്ധു ആന്റിയുടെ കുടുംബവും അമ്മുമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൂപ്പൻ മരിക്കുന്നതുവരെ അമ്മുമ്മയോട് ഇത്ര സിമ്പതിയും കാര്യങ്ങളും കുറവായിരുന്നു. പക്ഷെ എന്നെ പൊന്നുപോലെയാണ് അമ്മുമ്മ നോക്കിയിരുന്നത്. കാരണം എന്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. സിന്ധു അമ്മയുടെ കുടുംബത്തെയോ കസിൻസിനെയോ അമ്മുമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. അഹാന വ്ലോഗിൽ എന്റെ അമ്മയെക്കുറിച്ച് പൊക്കിയാണ് പറയുന്നത്. അവർ പ്രശസ്തരാണ്. അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞുനാൾ മുതൽ അമ്മുവിനോടായിരുന്നു പരിഗണന. എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയിരുന്നത്. 2ാം വിവാഹം ചെയ്ത എത്രയോ അമ്മമാർ അവരുടെ ആദ്യ കുഞ്ഞിനെ നോക്കുന്നില്ലേ? ആരെങ്കിലും ചോദിച്ചാൽ നീ പറയണം നീ എന്റെ ചേച്ചിയുടെ മകളാണെന്ന് എന്നാണ് അമ്മ എന്നോട് പറഞ്ഞു തന്നിരുന്നത്. സ്വന്തം മകളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞ സ്ത്രീയാണത്. അവിടെയും വാട്സ്ആപ്പ് ചാറ്റ് തെളിവുകൾ കയ്യിലുണ്ട്. അമ്മു ഇത്രയും പറയുന്നുണ്ടല്ലോ. അവർ ആ വീഡിയോയിൽ പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെ പുറത്താക്കി. ആ ഗ്രൂപ്പിൽ അമ്മു പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്റെ കുഞ്ഞാണേ സത്യം. അവർ ഇനി എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇട്ടാൽ ഞാനും അത് പോസ്റ്റ് ചെയ്യും. എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഇതൊരു വിശദീകരണമായി പറഞ്ഞു നിൽക്കാനാണ് എനിക്കിഷ്ടം. മുകളിലുള്ള ബാത്റൂം ഉപയോഗിച്ചതുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചുപോയത്. ഇതിന് കാരണക്കാരി അമ്മുമ്മയാണെന്നാണ് അഹാന ഈ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൂപ്പൻ വാഷ്റൂമിലേക്ക് കയറി പോകുമ്പോഴാണ് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. സിന്ധു അമ്മയുടെ കുടുംബം ഇങ്ങനെ കുറ്റം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. ഞാൻ മനഃപൂർവ്വം അവരെ ടാർഗറ്റ് ചെയ്തിട്ടും പോലുമില്ല. അവരങ്ങ് പറഞ്ഞു പോകുകയാണ്. അവരെ മോശം പറഞ്ഞ ആളുകൾ തന്നെ അഹാന വീഡിയോ ഇട്ട ശേഷം അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇത്രയുമല്ല അഹാന എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അമ്മുമ്മയെക്കുറിച്ച് കൊച്ചുമകൾ പറയുന്നത് കേൾക്ക്. എന്തോ ഭാഗ്യത്തിന് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുന്നതിന് മുൻപ് ചാറ്റ് മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഈ ചാറ്റിൽ പറയുന്നതൊക്കെ ഞാൻ അമ്മുമ്മയോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഹാന അയച്ച മെസ്സേജ് വായിക്കാം. തൻവി നിന്റെ മുത്തശ്ശിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഷ്ടയായ സ്ത്രീ. മുത്തച്ഛനെ കുറച്ചുകാലം കൂടി ജീവനോടെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക. എന്റെ കുഞ്ഞ് സത്യം ഇത് അഹാന അയച്ചതാണ്. അഹാന മാത്രമല്ല മറ്റുള്ളവരും ഇതുപോലുള്ള മെസ്സേജാണ് അയക്കുന്നത്. അഹാനയാണ് എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല എന്നുമായിരുന്നു തൻവിയുടെ വെളിപ്പെടുത്തൽ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.